ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുള്ളവരെല്ലാവരും സുഖന്നല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇതൊരു ബീഫ് സുക്ക. ഇതിൻ്റെ ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു 3 അനിയൻ എടുത്തിന്. അപ്പോൾ അതിനെ ഞാൻ ഫ്രൈ ആക്കിയിട്ട് ഒന്ന് എടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരണം, അവിടത്തോളം ഫ്രൈ ആക്കണം. അനിയൻ ഫ്രൈ ആയി. അപ്പോൾ ഇനി നമുക്ക് വേറെ തന്നെ വെക്കാം. ഇത് മിക്സിയിൽ പൊടിച്ചിട്ട് എടുക്കണം. ഇത്ര ഐറ്റംസ്: കൊത്തമ്പാരി, ജീരക, ബഡ്സപ്പൂ, കടുക്, കെത്തി ലവംഗ, പിന്നെ എൽത്തരി, കറിച്ചപ്പൂ, 3 മുളകും. ഇപ്പം മുളക് ഞാൻ ഓൾറെഡി ചൂടാക്കിയിട്ടെല്ലാം വെച്ചിന, ഫ്രൈ ആക്കിയിട്ടെല്ലാം. ഞാനിപ്പോൾ ഇതിനെല്ലാം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നു. ഇത് ഞാൻ പൊടിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പും ഇടുന്നു, അത് സ്കിപ്പായി വീഡിയോ. ഞാനങ്ങനെ പിന്നെല്ലാം ഞാൻ മിക്സിയിൽ പൊടിച്ചിട്ടെടുത്ത്. ഇപ്പോൾ ഇറച്ചി വാഷാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഞാൻ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടെടുക്കുന്നു കുക്കറിൽ. അപ്പോൾ അത് വേയുന്ന നേരത്ത് കൂടെ ഞാൻ വെള്ളുള്ളിൻ്റെ തോലെടുക്കണമെന്നില്ല, പിന്നെ 2 കായ്മുളകും, പിന്നെ കുറച്ച് നല്ല മുളക് പൊടി ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. നല്ല അടിക്കണമെന്നില്ല, അതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നില്ല, അങ്ങനെ അടിച്ചെങ്കിൽ മതിയാവും. നമ്മൾ ഒരു കുത്തിയ പല കുത്തുന്നില്ല, നമ്മൾ കുത്തിയിട്ടെടുക്കുന്നില്ല അങ്ങനെ. ഇപ്പോൾ ഞാൻ അതേ ബനാലയിൽ തന്നെ ന്യൂർലി ഫ്രൈ ആക്കിയ ബനാലൊക്കെ തന്നെ ഞാൻ കുറച്ചും കറിച്ചപ്പിട്ട്, എന്നിട്ട് നമ്മൾ എടുത്ത വെള്ളുള്ളി, കായ്മുളകും നല്ല മുളകും ഉണ്ടല്ലേ നമ്മൾ അടിച്ചിട്ടെടുത്തത്, അതിനെ ഞാൻ ഇട്ടിട്ട് കുറച്ചും അതിൻ്റെ പച്ച സ്മെല്ലുണ്ടല്ലോ അത് പോവെടുത്തോളം ഫ്രൈ ആക്കുന്നത്. ഞാൻ അതിലേക്ക് ഇങ്ങനെ ഇറച്ചിയിടുന്നു. അങ്ങനെ ഇറച്ചിയിട്ട് പിന്നെ മസാല ഉണ്ടല്ലേ പൊടിച്ച് വെച്ചത്, അപ്പോൾ അതിനെ ഇടുന്നു. എന്നിട്ട് നല്ല മിക്സ് ആക്കണം. എന്നിട്ട് നമ്മൾ ഇറച്ചി വേവിച്ച തണ്ണി ഉണ്ടല്ലോ, ഞാൻ അതിനെ വീത്തി കൊടുക്കുന്നു. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഉപ്പിടുന്നില്ല, ഞാൻ ഓൾറെഡി ഇറച്ചി വേവിക്കുമ്പോൾ മസാല പൊടിക്കുമ്പോൾ ഉപ്പിട്ടിന്. അങ്ങനെ അതിലേക്ക് ഞാൻ ഫ്രൈ ആക്കി വെച്ച ഓനിയനും ഇടുന്നു. ഓനിയനും ഇട്ടിട്ട് നല്ല അടിമെല്ലാക്കുന്നു. എന്നിട്ട് അതിലേക്ക് കൊത്തമ്പാരി ചൊപ്പ് ഇടുന്നു. അങ്ങനെ എൻ്റെ ബീഫ് സുക്ക റെഡിയായി. ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി, കമൻറ്റ് ആക്കി. ബൈ.